ഹലോ കൂട്ടുകാരെ, അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് ചെയ്യട്ടോ. അപ്പോൾ ഒരു ചെടി പിന്നെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ ഇതെൻ്റെ വീടിൻ്റെ പുറകിൽ എൻ്റെ അമ്മ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടി വെച്ചിട്ടുണ്ടാക്കിയ ഒരു ചെടിയാണ്. അതിനെ പൂപ്പരുത്തി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാം. ഇതിന് സീഡും കാര്യങ്ങളും അങ്ങനെ പൊട്ടിത്തെറിച്ച് പോകണമെങ്കിൽ നമ്മളിതിൻ്റെ ചെടിയൊന്നും കണ്ടിട്ടില്ല. നമ്മളിതിൻ്റെ ഹെർബ് ഇതിനെ കൊമ്പാണ് നമ്മൾ പല ഭാഗത്തും കുത്തിയിട്ട് പുതിയ ചെടി ഉണ്ടാക്കുക. ഇതുണ്ടോ, ഈ താഴെ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ടൊലീപ്സ്. അതായത് നമ്മുടെ പൂവരിശുണ്ടല്ലോ, പൂവരിശിൻ്റെ ഫാമിലിയിൽ പെട്ട ഒരു ഫ്ലവർ തന്നെയാണ് ഇത്. ഇത് ഈവനിങ് ആകുമ്പോൾ കളർ ചേഞ്ച് ആവും. ഇത് ഇങ്ങനെ ഈ ഒരു ഷെയ്ഡിലേക്ക് മാറിക്കൊണ്ട് വരും കേട്ടോ. നമ്മുടെ ചേഞ്ച് റോസ് ഒക്കെ അല്ലേ, അതുപോലെ തന്നെ ഇത് ഈവനിങ് ആകുമ്പോൾ ഇങ്ങനത്തെ ഒരു ഷെയ്ഡിലേക്ക് ആവും. ഇങ്ങനെ സൗദി അറേബ്യയിൽ ഈ ചെടി തന്നെയാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത്. ഇത് നല്ല രീതിയിൽ അവർ വെട്ടി നല്ല പന്തൽ പോലെ ആക്കിയിട്ടാണ് അവർ നിർത്തിയേക്കുന്നത്. നമ്മൾ ഈവനിങ് വാക്കിന് പോയപ്പോഴാണ്ട് ഈ ഫ്ലവർ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് അതാണ്ട് അതിൻ്റെ കളർ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. യെല്ലോ കാണാൻ പറ്റാൻ നമ്മൾ രാവിലെ ഇറങ്ങാറില്ല അവിടെ പുറത്ത്, അത്രയും നല്ല ചൂടാണ് കേട്ടോ. പിന്നെ രാവിലെ ആയിട്ട് ഡ്യൂട്ടിക്ക് പോകണ കാരണം നമ്മൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറില്ല. ഈവനിങ് ആയിട്ട് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ കുറച്ച് നേരം നടക്കലും കാര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മളൊരു ദിവസം നൈറ്റ് ഇറങ്ങിയപ്പോഴാട്ടോ നല്ല പോലെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ പൂ ഇങ്ങനെ പരത്തിയിട്ട പോലെ കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ പേരിങ്ങനെ വരാൻ കാരണം ഇങ്ങനെ പൂ പരത്തിയിടുന്ന കാരണമാവും, പൂ പരത്തിന്ന് പേര്